ഹായ്, എൻ്റെ പേര് ജ്യോതിലക്ഷ്മി ദിവാകർ. ഞാൻ ഇപ്പോൾ കോവഞ്ചി യൂണിവേഴ്സിറ്റിയിൽ ബിസിനസ് ആൻഡ് ഓർഗനൈസേഷൻ സൈക്കോളജി ജാൻ 2024 ഇൻടേക്കിൽ UK വന്നതാണ്. ഞാൻ സ്പാൻ ഇൻ്റർനാഷണൽ വഴിയാണ് ഞാൻ വന്നത്. സ്പാൻ ഇൻ്റർനാഷണലിലേക്ക് എന്നെ ശരിക്കും പറഞ്ഞാൽ കണക്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അന്നത്തെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. ലൈക്ക് അവരുടെ സൈഡിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി നല്ലതായിരുന്നു. പിന്നെ ഇവിടേക്ക് വന്നു. ഇവിടെ ഞാനിപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് അക്കോമഡേഷൻ, ഒരു പ്രൈവറ്റ് സ്റ്റുഡൻറ്റ് അക്കോമഡേഷനിലാണ് ഞാൻ താമസിക്കുന്നത്. മാസ്റ്റേഴ്സ് ചെയ്യണമുണ്ട്. ഇപ്പോൾ എനിക്ക് ആഴ്ചയിൽ ഒരു 2 ഡേ, ഫസ്റ്റും സെക്കൻഡ് സെമിസ്റ്ററിലും ആഴ്ചയിൽ 2 ഡേയ്സേ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. ഒരു മൺഡേയ്സ് എനിക്ക് ഒരു 4 hour ക്ലാസ്സും ട്യൂസ്ഡേയ്സ് എനിക്കൊരു 2 hour ക്ലാസ്സും വെച്ചിട്ട്. പിന്നെ ഫസ്റ്റും സെക്കൻഡ് സെമിസ്റ്റർ അങ്ങനെയായിരുന്നു. പിന്നെ തേർഡ് സെമിസ്റ്റർ ഡിസർട്ടേഷൻ്റെ സെമിസ്റ്റർ വരുമ്പോൾ എനിക്ക് എല്ലാ 2 വീക്സിലും ഒരു 1 hour ക്ലാസ്, ഒരു സൂപ്പർവൈസർ സെഷൻ പോലെയാണ് ഇപ്പോൾ എനിക്ക് ഇതുവരെ സോഫാർ എനിക്ക് വന്നത്. UK വരുമ്പോൾ നമുക്കൊരു വ്യത്യാസം തോന്നുന്ന സംഭവം എന്ന് വെച്ചാൽ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇപ്പം നമ്മൾ നാട്ടിൽ ഫുൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് സിസ്റ്റം ആണല്ലോ. ഇവിടെ വരുമ്പോൾ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ സാധനമില്ല. എനിക്ക് ഇവിടെ വന്നിട്ട് ഞാനിവിടെ പേനയും ബുക്കും കൊണ്ടൊക്കെ വന്നെങ്കിലും ഞാൻ ഇന്ന് വരെ പേനയും ബുക്കും കൊണ്ടൊന്നും എഴുതിയിട്ടില്ല. ഫുൾ ഇങ്ങനെ നമ്മളിങ്ങനെ റിസർച്ച് ബേസ്ഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. പിന്നെ ക്ലാസ്സിലായാലും ഫുൾ ഇൻറ്ററാക്റ്റീവ് ആക്ടിവിറ്റീസും അങ്ങനത്തെ ഓരോ ടൈപ്പാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇപ്പം പഠിപ്പിക്കുന്ന രീതിയിലായാലും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ലെക്ചേഴ്സ് നമുക്കിങ്ങനെ ഓരോ ആർട്ടിക്കിൾസ് കൊണ്ടുവന്നിട്ട് അത് വായിച്ചിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. അങ്ങനത്തെ കുറേയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള ഈ ആർട്ടിക്കിൾസ് വായിച്ചും അങ്ങനത്തെ ഉള്ള എക്സ്പീരിയൻസിൽ നിന്നാണ്, പിന്നെ നമ്മുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിട്ടാണ് നമ്മളിവിടെ ആക്ച്വലി കാര്യങ്ങൾ പഠിക്കണത്. പിന്നെ അസൈൻമെൻറ്റ്സ് ആയാലും ഇപ്പം നമുക്കൊരു പേപ്പർ പെൻ ടെസ്റ്റ് ഒന്നും എനിക്ക് ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇറ്റ് വാസ് ഓൾ ലൈക്ക് 3000 word essay, ഇന്ന ദിവസം ഇതിനെപ്പറ്റി സബ്മിറ്റ് ചെയ്യണം. അതും ഇങ്ങനെ നമ്മൾ നാട്ടിൽ അസൈൻമെൻറ്റ് ചെയ്യണ പോലെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ വേറൊരു ആർട്ടിക്കിൾ റെഫർ ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായോ അത് നമ്മുടെ വേർഡ്സിൽ നമ്മൾ എഴുതണം. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ സിസ്റ്റമൊക്കെ. അപ്പോൾ അതൊക്കെ ആക്ച്വലി നമ്മൾ മനസ്സിലാക്കി വരുമ്പോൾ ചെറിയൊരു നമുക്ക് തുടങ്ങുന്ന സമയം നമ്മളിങ്ങനെ അയ്യോ എന്താ ഇത് അങ്ങനെ ഇത് വരുമ്പോഴേക്കും പയ്യെ നമ്മൾ 1-2 അസൈൻമെൻറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ അത്യാവശ്യം ഓക്കെ നമുക്ക് കുഴപ്പമില്ല അങ്ങനെ ഒരു തോന്നൽ വരും. പിന്നെ കോവഞ്ചി യൂണിവേഴ്സിറ്റിയിൽ ആക്ച്വലി ഇപ്പം നമ്മൾ ഒരു സജഷൻ തരാണെങ്കിൽ നമ്മൾ വരുന്ന യൂണിവേഴ്സിറ്റിനെ പറ്റി ശരിക്കും മനസ്സിലാക്കിയിട്ട് വരണമായിരിക്കും നല്ലത്. ലൈക്ക് ഇപ്പോൾ എങ്ങനെ ക്ലബ്സും അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ സ്റ്റുഡൻറ്റ് ലൈഫ് എങ്ങനെയാണെന്നും അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ എങ്ങനെ ക്ലബ്സിനൊക്കെ ജോയിൻ ചെയ്യണേ. ഇപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ആദ്യം എങ്ങനെയാണ് ക്ലബ്സിൽ ജോയിൻ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ത്രൂ ദ എൻഡാണ് എങ്ങനെയാണ് ക്ലബ്സിൽ ജോയിൻ ചെയ്യണേ, അത് എന്തൊക്കെ ക്ലബ്സ് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. യൂണിവേഴ്സിറ്റി തന്നെ നമുക്കിങ്ങനെ പല നൈറ്റ്സും ഇങ്ങനെ വെക്കും, ഇങ്ങനെ ക്ലബ്സിന് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പം ഞാനിതുവരെ ആർച്ചറി, പിന്നെ ഹോഴ്സ് റൈഡിങ്, പിന്നെന്താ ഡാൻസ് ക്ലബ്, ഇങ്ങനത്തെ കുറച്ച് ക്ലബിനൊക്കെ പോയായിരുന്നു. ജസ്റ്റ് അവരുടെ ഒരു സോഷ്യൽ നൈറ്റ് പോലെ വെക്കും, ജസ്റ്റ് ആൾക്കാരെ പരിചയപ്പെടാൻ, എങ്ങനെയാണ് ഇത് ഇൻട്രൊഡക്ഷൻ എന്നൊക്കെ പോലെ. ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വരുമ്പോൾ തന്നെ നമ്മൾ CV-യും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വരുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഓൺലൈൻ ആപ്ലിക്കേഷൻസ് ഒക്കെ ചെയ്യാം. എനിക്കിവിടെ വന്നിട്ട് ഞാനിപ്പോൾ H&M-ലാണ് വർക്ക് ചെയ്യണം. ഞാൻ ബർമിംഗത്തിലും കോവൻട്രിയിലും മാറിയിട്ടാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യണത്. ഇപ്പം ഞാൻ കറൻ്റ് കോവൻട്രിയിലാണ്. ആക്ച്വലി ഇവിടെ നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു വേറൊരു ലൈഫ് നമ്മൾ മനസ്സിലാക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒറ്റയ്ക്കാണ്, നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കും. നമുക്ക് എങ്ങനെ നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു ഷെല്ലിൻ്റെ പുറത്തേക്ക് പോകും. അതാണ് സോഫാർ എനിക്ക് ഇതുവരെ UK വന്നതിൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ആയാലും ഫ്രണ്ട്സ് ആയാലും നമുക്കിങ്ങനെ കുറേ നാട്ടിൽ നിന്നുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ ഇത്രയും കാലം വളർന്ന ആ ഒരു സർക്കിളിലായിരിക്കില്ല നമ്മൾ വരുന്നത്. നമ്മുടെ വ്യൂ പോയിന്റ്സും നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ഒക്കെ ആക്ച്വലി ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യും. നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മൾ ഓരോ രീതിയിലും പെരുമാറുന്നത് അതൊക്കെ ആക്ച്വലി കുറേ ചേഞ്ചസ് ഒക്കെ നമുക്ക് വരും. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ നമ്മുടെ ഓരോ കണക്ഷൻസ് നമ്മൾ എത്രത്തോളം നമ്മളെ നമ്മുടെ ഷെല്ലിൻ്റെ പുറത്ത് നമ്മൾ പോവുക, അതൊക്കെ അങ്ങനെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ വന്നു കഴിയുമ്പോൾ കുറച്ചാൾ നമ്മൾ ആക്ച്വലി ഭയങ്കര ഒരു ഷൈ ഇൻട്രോവേർട്ടൊക്കെ ആയിട്ട് നിൽക്കുമെങ്കിലും പയ്യെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക.